ഹായ് എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. നമുക്കിന്ന് ഒരു പഴയ ഫർണിച്ചർ ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ കയ്യിലുള്ള ഒരു ഫർണിച്ചർ എന്ന് പറയുന്നത്. ഇതൊരു കുഞ്ഞു ടേബിളാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ടേബിൾ ടോപ്പ് എന്ന് പറയുന്നത് ആകെ അലങ്കോലപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ടേബിൾ ടോപ്പ് മാത്രമല്ല, ഇതിൻ്റെ കാലുകളും ഒക്കെ, എന്നാലും കാലുകൾക്കൊന്നും വലിയ കുഴപ്പമില്ല. ആ ടേബിൾ ടോപ്പാണ് നമ്മളിന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ഇത് സാധാരണ ഒരു പേപ്പറാണ്. നമുക്ക് സാരിയൊക്കെ വാങ്ങിക്കുമ്പം അതിന് ഉള്ളിലായിട്ട് വച്ചിരുന്നതാണ്. അപ്പോൾ ഒരു കാർബൺ ടൈപ്പ് വരുന്ന ഒരു കളറാണ് കേട്ടോ. ഇതിങ്ങനെ നമ്മൾ കത്രിക വെച്ചോ അല്ലെങ്കിൽ കൈ കൊണ്ടോ ഇങ്ങനെ കീറിയെടുക്കാം. അപ്പോൾ കുറേ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഇതുപോലെ കീറിയെടുക്കാം. അങ്ങനെ ഞാൻ കുറച്ചധികം കീറിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കീറാം കേട്ടോ. അപ്പോൾ കത്രിക വെച്ചിട്ട് തന്നെ ചെയ്യണമെന്നില്ല, കൈ കൊണ്ടാകുമ്പോൾ പെട്ടെന്ന് കഴിയും. എന്നിട്ട് ഇതുപോലെ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് സൈഡൊക്കെ ഒന്ന് ബേൺ ചെയ്തെടുക്കണം. അതായത് ഇതുപോലെ ആ ഒരു പേപ്പറിൻ്റെ സൈഡൊക്കെ ജസ്റ്റ് ഒന്ന് ആ ഒരു തീയിലൂടെ ഒന്ന് കാണിച്ചിട്ട് ജസ്റ്റ് ആ ഒരു ബ്ലാക്ക് കളർ വരുമല്ലോ, നമ്മൾ കത്തുമ്പോൾ ഒരു ചെറിയൊരു ബ്ലാക്ക് കളർ വരുമല്ലോ പേപ്പറിൽ, അതാണ് വേണ്ടത്. ഇതുപോലെ ഇങ്ങനെ എല്ലാ പേപ്പറും ഇതുപോലെ നമ്മളൊന്ന് കത്തിച്ചെടുക്കുക. സൈഡൊക്കെ ഇതുപോലെ ഒന്ന് കത്തിച്ചെടുക്കുക. ഈ ഒരു കത്തിക്കൽ പരിപാടിയാണ് ഇത്തിരി പാടുള്ളത്, ബാക്കിയൊക്കെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇത്തിരി ക്ഷമയോടെ ഇരുന്നിട്ട് ഇതൊന്ന് എല്ലാം ഇതുപോലെ ഒന്ന് കത്തിച്ചെടുക്കുക. അപ്പോഴാണ് കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുക. അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച അത്ര ഭംഗി ഉണ്ടാവില്ല. എല്ലാം നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ശരിക്കും നല്ല ബ്ലാക്ക് കളറിൽ സൈഡ് വരണമെന്നുണ്ടായിരുന്നു. പക്ഷെ വല്ലാത്തൊരു കത്തിക്കുമ്പോൾ വല്ലാത്ത പുക കാരണം ഞാൻ കുറച്ചാക്കി ചെയ്തതേ ഉള്ളൂ. ഇനി നമുക്ക് ഇതുപോലൊരു ഫെവിക്കോൾ വേണം. നമ്മളൊരു ബൗളിൽ ഫെവിക്കോൾ എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് നമുക്കൊരു ബ്രഷ് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ടേബിളിൻ്റെ മുകളിലോട്ട് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഓരോരോ പേപ്പറായിട്ട് വെച്ച് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ആദ്യം അപ്ലൈ ചെയ്തതിന് ശേഷം പേപ്പർ ഓരോന്നും വെച്ചിട്ട് നമുക്ക് അതിന് മുകളിലായിട്ട് ഫിക്സ് ചെയ്യാം. അപ്പോൾ പേപ്പർ ഇങ്ങനെ ഓരോന്ന് വേറെ വേറെ വെക്കണമെന്നല്ല, ഈ വീഡിയോയിൽ കാണിക്കുന്ന വിധം ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ടും സൈഡ് ചേരിച്ചിട്ടും എങ്ങനെ വേണമെങ്കിലും നമുക്കിത് അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ എല്ലാം വെച്ചതിന് ശേഷം പേപ്പറിൻ്റെ മുകളിലോട്ടായിട്ടും നമ്മൾ പെയിൻറ്റ് അപ്ലൈ ചെയ്യണം. പെയിൻ്റ് അല്ല, ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നമ്മൾ ഇവിടെയൊക്കെ ആയിട്ട് വച്ചതിൻ്റെ മുകളിലും സൈഡിലും ഒക്കെ ആയിട്ട് നമ്മൾ ടേബിൾ കാണാത്ത രീതിയിൽ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് വച്ച് കൊടുക്കണം. കളയാൻ വച്ചിരുന്ന ടേബിളാണ് കേട്ടോ ഇത്. അപ്പോൾ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ട് വിജയിക്കുമോ നോക്കാമല്ലോ, അങ്ങനെ കരുതി ഞാനിതൊന്ന് ചെയ്ത് നോക്കുന്നതാണ്. അങ്ങനെ നമ്മൾ ഏകദേശം തീരാറായിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ബാക്കി പെയിൻ്റ് അല്ല, ഗ്ലൂ ബാക്കിയുള്ളത് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ മുകളിൽ നല്ലപോലെ തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഇത് നല്ലപോലെ ഉണക്കിയെടുക്കണം കേട്ടോ. ഉണക്കാൻ വേണ്ടി വെക്കുക. കുറച്ചധികം നേരം വച്ച് കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ നമുക്ക് ഉണങ്ങിക്കിട്ടും. അങ്ങനെ നമ്മൾ കുറച്ചധികം നേരം വച്ചിട്ട് ഇതുപോലെ ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ആ ഒരു ഗ്ലൂവിൻ്റെ പാടൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ ഉണങ്ങിയിട്ട് ഉണ്ട്. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ ബേൺ ചെയ്ത് കൊടുത്തതിൻ്റെ ആ ഒരു എഫക്റ്റ് കണ്ടോ? നല്ല സൈഡൊക്കെ നല്ല ഭംഗിയില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ഒരു വിൻറ്റേജ് ലുക്ക് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ വാർണിഷ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മുടെ വുഡിലൊക്കെ ചെയ്യുന്ന വാർണിഷാണ്, ക്ലിയർ ഗ്ലാസ് വാർണിഷാണ്. അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വേഗം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. വാർണിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 5-6 മണിക്കൂർ എന്തായാലും അതൊന്ന് പിടിക്കാൻ വേണ്ടി വെക്കണം. എങ്കിലാണ് നല്ല രീതിയിൽ ഉണങ്ങി കിട്ടുള്ളൂ. അപ്പോൾ അതിന് ശേഷം നമ്മുടെ ടേബിളൊക്കെ അടിപൊളി സെറ്റായിട്ടുണ്ട്. അപ്പോൾ സെറ്റായതിന് ശേഷമുള്ള ഫൈനൽ ലുക്ക് നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ ന്യൂ ലുക്ക്. ഏതായാലും കളയാതെ വെച്ചത് ഭാഗ്യമായി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നല്ല ഭംഗിയുണ്ട് ഇപ്പം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു കോഫി ടേബിളൊക്കെ പോലെ നമുക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ. എനിക്കേതായാലും ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ല എന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഓൾഡ് ലുക്ക് കൂടെ ഞാനിതിൽ കൊടുത്തേക്കാം. അപ്പം നിങ്ങൾക്ക് ശരിക്കും ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലാകും. അപ്പം ഇതുപോലെ നിങ്ങളെ വീട്ടിലും ഓൾഡ് ഫർണിച്ചറൊക്കെ ഉണ്ടെങ്കിൽ പറ്റുവാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് കുട്ടി ക്രാഫ്റ്റ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.